നോക്കിയിരിക്കാൻ സാധനം പറ സമയമില്ല. ഇയാൾ എന്തായി നോക്കിക്കൊണ്ടിരിക്കണേ? സാധനം പറ ചേട്ടാ. ഒച്ചെടുക്കല്ലേ ചേട്ടാ. ഒരു കുപ്പി മദ്യം. ഒരു രൂപയോ? ഫുള്ളാണോ? ഫുള്ള് 100-ന്റെ ഒരു ഫുള്ള. 100-ന്റെ ഫുള്ളോ? എടാ ഏറ്റവും ചെറുത് കോട്ട, അതിനാണ് 150 രൂപ. നീ ഇതിന് മുമ്പ് വിവരം കേട്ടില്ലേ? ഇല്ലേട്ടാ, ആദ്യമായിട്ടാ ഇതുവരെ മദ്യം വെച്ചിട്ടില്ലേട്ടാ. എന്തെങ്കിലും 100 രൂപയുള്ളൂ, അതിനെന്ത് കിട്ടുന്ന പറയാം. എടാ 100 രൂപ ഒന്നും കിട്ടില്ല. ഞാൻ മാറി സമയങ്ങളെ ഏതെങ്കിലും ഷെയർകാർ വരും, അവരോട് കുടിയോ, അവർക്ക് എന്തെങ്കിലും കഴിക്കാം. മാറിയാണ് ഷെയർകാർ വേണേട്ടാ. എടാ നിന്നെ പോലെ കാശ് ചെയ്യാത്ത ആരെങ്കിലും വരും, അവന്മാരോട് കുടിയേ നിങ്ങൾക്ക് സാധനം വാങ്ങിച്ചടിക്കാം. മനസ്സിലായോ? മാറിയാണ് ചേട്ടാ. ഉടനെ വരുമായിരിക്കുമല്ലോ അല്ലേ? സോറി ചേട്ടാ, ആദ്യമായിട്ട് അറിയണ്ട. ഇവിടെ നിന്ന് അടി തുടങ്ങിയാൽ നല്ല രാശി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നേട്ടാ. ചേട്ടാ ഇതിൽ വിവരം ഇന്ന് വന്നതല്ല, ഇത് കൂടി മാറണല്ലോ. ഇവിടെ തനിക്ക് എന്താ വേണ്ടത് പറ. എടാ നീ സമയം കളഞ്ഞിട്ട് എന്താ വേണ്ടത് പറ. ബ്രാൻഡി ആണോ, റമ്മ ആണോ, വിസ്കി ആണോ, ബിയറാണോ? ടെൻഷൻ ആക്കല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തോട്ടൊക്കെ വരുന്നത്. എന്റെ കുറുക്ക് പൊട്ടിച്ചൊരു 100 രൂപ മാത്രമേ ഉള്ളൂ. അതിന് കിട്ടുന്ന ഒരു ബ്രാൻഡി തരാം, ഒരെണ്ണം, ഒരു കുപ്പി. നിന്നെ പോലെ തന്നെ കുറച്ച് പോകാൻ 100 ബ്രാൻഡി വെച്ചത്. എടാ നിനക്ക് ഒരു ആളുണ്ട്, വാങ്ങിച്ചോ. എടാ നിന്റെ ഷെയർകാരൻ വന്നിട്ടുണ്ടെന്നാ, വാങ്ങിച്ചോ. ഇതാ. ഹലോ ഹലോ, പാളയത്തല്ലല്ലോ അല്ലേ? നിങ്ങൾ പള്ളിക്കുടിയാ? പള്ളിക്കുടി അറിയുമല്ലോ. ഹലോ 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 ചേട്ടാ. 100 അപ്പൊ 180 മതി. ഇതാണല്ലേ ഷെയർ. ഇനി ഞങ്ങൾക്ക് താണ്ടായിട്ടാ. കേട്ടോ, ഇപ്പൊ 2 പേർക്ക് 180 സാധനം വാങ്ങിക്കാൻ പറ്റി. ബാക്കി 20 ടച്ചിങ്സോ വെള്ളോ എന്തെങ്കിലും വാങ്ങിക്കാം. ഇതാണ് ഷെയർ. ഓ ഇതാണല്ലേ മദ്യം. 100 രൂപയുടെ നോട്ടിന് എത്ര പോലില്ല. എന്നിട്ട് വില 180 രൂപ. അതിനെ കയ്പായിരിക്കും. നമുക്ക് ഇവിടെ അറിയാം. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അടിക്കണം എന്നുള്ളത്. ഒന്നാശാണ് എന്റെ അച്ഛന്റെ പറമ്പ് അതേ അപ്പുറം കാണുന്നത്. പുള്ളി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആകെ പണി വളർത്തും. എനിക്ക് ആകെ കൈകാലം അച്ഛൻ പറയുമ്പോൾ തന്നെ കൈ കാലം ഇറക്കിയ പുള്ളിയുടെ ആഫീസ് തൊട്ടപ്പോ ലൈസോടൊക്കെ എനിക്ക് വേണ്ടി അച്ഛൻ കണ്ടു വരും. ഇതെങ്ങനെയാ പൊട്ടിക്കണേ? എടാ നീ സിനിമയിലൊക്കെ കണ്ടില്ലേ അവർ അടിച്ചത് പൊട്ടിക്കണേ? ഇത് അങ്ങനെ അടിച്ചാ പൊട്ടിക്കണേ. ഇന്ന് അടിച്ചേ. ഞാൻ അടിച്ചാൽ മതിയോടാ മറ്റവനെ. ഇതാണ് നിങ്ങളുടെ പരിപാടി. ചേട്ടാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. വെള്ളോന്റെ പറമ്പിൽ പോയിരുന്നേ ഇവനൊക്കെ ഉണ്ടല്ലോ അടിക്കാനാ കോപ്പാന്ന് പറഞ്ഞു. ഇവനൊക്കെ വീട്ടിൽ കയറ്റരുത്. ഇനിയൊക്കെ സന്ധിക്കുമ്പോ വീട്ടിൽ കയറിക്കണം. കരക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നടക്കണം. എടാ നീ വെള്ളം അടിച്ചത് നിന്റെ തന്തയത്തിനാണ് എന്നെ തല്ലണേ. എന്റെ തന്തയോ? അത് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് നിന്റെ തന്തയാണ്. എന്റെ തന്തയോ? എന്റെ തന്തയല്ല. അപ്പൊ പിന്നെ ഇത് ഏത് തന്ത? പോയി നോക്കാം. സ്വപ്നത്തെക്കാൾ സുന്ദരമാണ് സ്വർഗം വിളയും മദ്യം. മക്കളെ നിങ്ങൾ മേടിച്ച സാധനം സൂപ്പറാ. ഞാൻ 2 പയലടിച്ചിട്ട് ഇനി എങ്ങനെ ഒരു സ്മാൾ അടിക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാ നിങ്ങൾ വന്നത്. സൂപ്പറാ, സൂപ്പർ. അപ്പൊ കന്നിക്കാരാ അല്ലേ? അമ്മ കാണണ്ട.